ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 15 നോമ്പിന്റെ 4-ാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളെ ആസ്പദമാക്കി നാം ചിന്തിക്കുന്ന വിഷയം പ്രലോഭനങ്ങളിൽ പതറാത്ത വിശ്വാസം എന്നതാണ്. ഒരു വാക്യമായിട്ട് 1-ാം അധ്യായം 8-ാം വാക്യം, എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി വകുപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. പ്രലോഭനങ്ങൾ മനുഷ്യരെ കുറ്റവാളികളാക്കുന്നു, എന്നാൽ നല്ല നിലപാടുകളുടെ പ്രചോദനം മനുഷ്യരെ ധീരന്മാരാക്കുന്നു. എക്കാലത്തും ഇതൊരു യാഥാർത്ഥ്യവുമാണ്. പ്രലോഭനങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും നടുവിൽ ദൈവത്തിന്റെ വീരപുരുഷനായി തിളങ്ങിയ വ്യക്തിയായിരുന്നു ദാനിയേൽ. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പ്രലോഭനം നേരിടേണ്ടി വരുന്ന ഏതൊരു ദൈവ പൈതലിനും പ്രചോദനം നൽകുന്നതാണ് ദാനിയേലിന്റെ ജീവിതം. പഴയ നിയമത്തിൽ വളരെ സവിശേഷതകൾ നിറഞ്ഞ പുസ്തകമാണിത്. വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി പീഡനം അനുഭവിച്ച യഹൂദ ജനതയ്ക്ക് പ്രത്യാശ പകരുകയാണ് ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം. യുഗാന്ത്യ കാലത്ത് വിശ്വാസ സമൂഹം എങ്ങനെ പ്രതികരിക്കണം എന്നതിന്റെ അടയാളപ്പെടുത്തലാണ് ഈ പുസ്തകം. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ ബാബിലോണിലെ രാജകൊട്ടാരത്തിന്റെ പശ്ചാത്തലവും 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ സെലൂക്യസ് രാജാവായ അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ പീഡനങ്ങളുടെ പശ്ചാത്തലത്തിലുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം നശിപ്പിച്ചതിന്റെ ശേഷം ബാബിലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയ ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 4 സ്നേഹിതരുടെ ജീവിത വിവരണമാണ് ആദ്യത്തെ 6 അധ്യായങ്ങളിൽ കാണുന്നത്. അവരുടെ വിശ്വാസ തീക്ഷ്ണതയും ശക്തമായ നിലപാടുകളുമാണ് ഈ അധ്യായങ്ങളിൽ നാം ദർശിക്കുന്നത്. 1-ാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ദാനിയേലിന്റെ ധീരതയെക്കുറിച്ചും നിലപാടിനെ കുറിച്ചുമാണ്. ദാനിയേലിനെ വ്യത്യസ്തനാക്കിയ 2 പ്രത്യേകതകൾ നമുക്കിന്ന് മനസ്സിലാക്കാം. ഒന്നാമതായി, ദൈവസന്നിധിയിൽ വേരൂന്നിയ സ്വത്വബോധം. ദൈവസന്നിധിയിൽ വേരൂന്നിയ സ്വത്വബോധം, ഐഡന്റിറ്റി റൂട്ടഡ് ഇൻ ഗോഡ്. ബാബിലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയ 4 സ്നേഹിതന്മാർക്ക് രാജകൽപ്പന പ്രകാരം ഷണ്ഡാധിപൻ പുതിയ പേര് നൽകുന്നതായി 1-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ദാനിയേലിന് ബെൽഷസ്സർ എന്നും, ഹനന്യാവിന് ശദ്രക് എന്നും, മിശായേലിന് മേശക് എന്നും, അസിര്യാവിന് അബേദ്നെഗോ എന്നും പുതിയ പേരുകൾ ലഭിച്ചു. എങ്കിലും ദാനിയേലിന്റെ പുസ്തകം പരിശോധിക്കുമ്പോൾ ഹനന്യാവും മിശായേലും അസിര്യാവും തങ്ങൾക്ക് ലഭിച്ചതായ പുതിയ പേരുകളിൽ അറിയപ്പെടുമ്പോൾ ദാനിയേൽ മാത്രം പഴയ പേരിൽ തന്നെ അറിയപ്പെടുന്നതായി കാണാം. ദാനിയേലിന്റെ പേര് അവന്റെ ഐഡന്റിറ്റി ആണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിലനിൽപ്പാൻ അവന് സാധിച്ചതിന്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവസന്നിധിയിൽ വേരൂന്നിയ സ്വത്വബോധം അവനുണ്ടായിരുന്നത് കൊണ്ടാണ്. രണ്ടാമതായി, ഹൃദയത്തിൽ നിന്നും ഉടലെടുക്കുന്ന പ്രതിബദ്ധത. ഹൃദയത്തിൽ നിന്നും ഉടലെടുക്കുന്ന പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ് ബിഗിൻസ് ഇൻ ദി ഹാർട്ട്. ഹൃദയത്തിൽ നിന്നും ഉടലെടുത്ത സമർപ്പണവും പ്രതിബദ്ധതയുമാണ് ദാനിയേലിനെ ഇവിടെ വ്യത്യസ്തനാക്കുന്നത്. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നല്ലൊരു പങ്ക് അവർക്ക് നൽകിയെങ്കിലും അത് അവരുടെ ആത്മീയ ജീവിതത്തെ തകർക്കുന്നതാണെന്നുള്ള മോശയുടെ ന്യായപ്രമാണത്തിൽ വിശ്വസിച്ച് അതൊക്കെയും വേണ്ട എന്ന് വളരെ ധീരതയോടെ ദാനിയേൽ ഇവിടെ രാജാവിനോട് പറഞ്ഞു. ഈ 15 നോമ്പ് നാം ആചരിക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ വെടിയുക എന്നതിൽ മാത്രം പ്രസക്തിയില്ല. മറിയെ പോലെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മെ വിധേയപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ നോമ്പായി മാറുന്നത്. 2 ചിന്തകളാണ് ദാനിയേലിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത്. ഒന്നാമതായി, ദൈവസന്നിധിയിൽ വേരൂന്നിയ സ്വത്വബോധം. രണ്ടാമതായി, ഹൃദയത്തിൽ നിന്നും ഉടലെടുക്കുന്ന പ്രതിബദ്ധത. ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രലോഭനങ്ങളിൽ പതറാതെ നിൽക്കണമെങ്കിൽ നമ്മുടെ സ്വത്വബോധം ദൈവസന്നിധിയിൽ വേരൂന്നിയത് ആയിരിക്കണം. അതുപോലെ ദൈവത്തോടും മനുഷ്യരോടും നമുക്കൊരു പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. പ്രതിബദ്ധത ഹൃദയത്തിൽ നിന്നും ഉടലെടുത്തതും ആയിരിക്കണം. പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുവാനും പ്രലോഭനങ്ങളിൽ പതറാതെ നിൽക്കാനും ഏവർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഈ നോമ്പ് നാളുകളിൽ നിന്നോട് ചേർന്ന് ജീവിപ്പാനും
പ്രലോഭനങ്ങളിൽ പതരാതെ നിന്നിൽ വേരൂന്നിയ സ്വത്വബോധത്തിലും നിന്നോടുള്ള പ്രതിബദ്ധതയിലും ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.